ഇരിക്കാൻ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. 14:1 വാക്യങ്ങളിൽ പറയുകയാണ്. അപ്പം യേശു ഇരിക്കുന്ന ആ സ്ഥലം ഒരുക്കപ്പെട്ട സ്ഥലമാണ്. പക്ഷേ എനിക്കും നിങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവിടെ ഒരു സ്ഥലം ഒരുക്കിക്കൊണ്ട് ഇരിക്കണം. ആ കാര്യം നാം മറന്നു പോകല്ലേ. സ്തോത്രം. ഇനി ഒന്നും കൂടെ ശ്രദ്ധിക്കണം. നമുക്കൊന്നും കൂടെ വായിക്കാം. സ്വർഗ്ഗത്തിൽ എന്തൊക്കെയുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം. നമ്മൾ പിന്നീട് വിശദമായി പഠിക്കും. 12-ാം അധ്യായം എത്തിയാൽ നാം വിശദമായി പഠിക്കും. 2 വരെ ആയതേ ഉള്ളൂ. എബ്രായ 12:22 തൊട്ടൊന്ന് വായിച്ചാൽ എന്തൊക്കെയുണ്ട് സ്വർഗ്ഗത്തിൽ. പിന്നെയോ സീയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കലല്ലയോ നാം വന്നിരിക്കുന്നത്. സീയോൻ പർവ്വതമായ യെരൂശലേം, ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ സ്വർഗീയ യെരൂശലേമിൽ എന്തൊക്കെയുണ്ടെന്ന് അവിടെ പറഞ്ഞു വരുന്നത്. അവിടെ അനേകായിരം ദൂതന്മാരുണ്ട്. അപ്പൊ സ്വർഗം ശൂന്യമല്ല. അവിടെ ആരുണ്ട്? അനേകായിരം ദൂതന്മാരുണ്ട്. യാക്കോബ് കണ്ട ഗോവേണിയിൽ കൂടി കയറിയിറങ്ങുന്ന ദൂതന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും മുകളിൽ യഹോവ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞു? നീ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ പദം. അപ്പം സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ അവിടെയുണ്ട്. അതൊക്കെ പിന്നീടുള്ള ക്ലാസ്സുകൾ വിശദീകരിക്കും. അല്ല, പിന്നെ അടുത്ത ആദ്യജാതന്മാരുടെ സഭയുണ്ട്. അവരുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ശുദ്ധന്മാരുടെ ഒരു സഭ അവിടെ ഉണ്ട്. ആ സഭയിലാണ് എന്തൊക്കെയാണ് നടക്കുന്നത് നാം വായിക്കാൻ പോവുകയാണ്. ഇനി മരണം കാണാൻ എടുക്കപ്പെട്ട ഏലിയാവും ഹാനോക്കും ഒക്കെ അവിടെ ഉണ്ടാകും. അവിടെ ഞാൻ ഓർപ്പിച്ച പോലെ അനേക വാസ്തവങ്ങളുണ്ട്. ഈ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 14:1-2 വാക്യങ്ങളിലും 4:1 കാണുന്ന ആ സ്വർഗീയ യെരൂശലേമിന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇത് ശൂന്യമല്ല. സ്വർഗം എപ്പോഴും നിറഞ്ഞിരിക്കുക. നമ്മൾ പറഞ്ഞു ഞങ്ങൾ എന്തെങ്കിലും വരെ അവിടെ സഹായമൊന്നും ഇല്ല, ഞാൻ ചെന്നിട്ട് ഇന്ന് ഭാഷ പ്രാർത്ഥിക്കത്തോളെന്ന് പറയുന്ന പോലെ അല്ല. ഇത് ഓൾറെഡി തുടങ്ങി വെച്ചിരിക്കുക. പേടിക്കൊന്നും വേണ്ട. അവിടെ എന്തോ തുടങ്ങിയിരിക്കുക. സ്വർഗീയ യെരൂശലേം ഓൾറെഡി ഫുള്ളാണ്. ഇനി നമുക്ക് അവിടെ സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വായിച്ചാട്ട് വെളിപ്പാട് 14:1-2. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ ഞെക്കി അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന ഗോത്രത്തിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടു. പെരുവെള്ളത്തിന്റെ ഇടച്ചിൽ പോലെ വലിയൊരു ഇടിമുഴക്കം പോലെ സ്വർഗത്തിന്റെ ഒരു ശബ്ദം കേട്ടു. വൈദികന്മാരുടെ ഇമ്പഗാനം അവിടെ കേട്ടു. സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ടും പാടി. നോക്കണം, സ്വർഗത്തിന് ഓൾറെഡി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. മൂപ്പന്മാർ കിരീടങ്ങൾ താഴെ വെച്ച് ആരാധിക്കുന്നത്, വൈദികന്മാരുടെ ഇമ്പഗാനങ്ങളൊക്കെ, നല്ല മ്യൂസിക് ഒക്കെ കേൾക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. ഓൾറെഡി ഇറ്റ് ഈസ് ദേർ. ഇനി ഇതിനകത്ത് നമ്മൾ അങ്ങനെ ജോയിൻ ചെയ്താൽ മതി. നാം ഇതിനോട് അങ്ങ് ചേർന്നാൽ മതി. എല്ലാ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് അതിന്റെ കൂട്ടത്തിൽ അങ്ങ് ചേർന്ന് പാടിയാൽ മതി. നാമും ചേർന്ന് പാടും. അവിടെ കേൾക്കുന്ന കുഞ്ഞാടയെ നീ ഇറക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സകല ഭാഷയിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങൾ നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി രാജ്യവും രാജകീയ പുരോഹിതവർക്കും ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പാട്ടിനകത്ത് ഞാനും കൂടെ വന്നു പെട്ടല്ലോ എന്ന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നതാ നമ്മുടെ ജോലി. അതിനുവേണ്ടി നാം ഈ പാടുന്നതും ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ഒരുക്കമൊക്കെ അതിനുവേണ്ടിയുള്ളതാണ്. സ്തോത്രം. വെളിപ്പാട് 4:1 സ്വർഗം തുറന്നിരിക്കുന്നതും ആ വാക്യം. ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേൾക്കുന്ന 3-ാം സ്വർഗത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി ഞാൻ സ്വർഗം ശൂന്യമല്ലെന്നുള്ള കഥ പറഞ്ഞു വരുന്നത്. നാം ഉദ്ദേശിക്കുന്ന പോലെ സ്വർഗം മൗനമായി ഇരിക്കുകയല്ല. അല്പം നേരം സ്വർഗത്തിൽ മൗനം ഉണ്ടായി എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ എപ്പോഴും സന്തോഷമുണ്ട്. എപ്പോഴാണ് സ്വർഗത്തിൽ എപ്പോഴും സന്തോഷം? ഏത് സമയത്താണ് സ്വർഗം എപ്പോഴും സന്തോഷിക്കുന്നത്? ഒരു പാപി, ആ യേശു പറഞ്ഞ ഉപമയിൽ പറയുന്നുണ്ട്, അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. സ്വർഗം സന്തോഷിക്കണം. നാം എത്ര പ്രാവശ്യം സ്വർഗത്തെ സന്തോഷിപ്പിച്ചു എന്ന് ഇന്ന് രാവിലെ നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ച how many occasions people have been able to make the heaven rejoicing. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചു വാങ്ങിയതല്ലാതെ സ്വർഗത്തിന്റെ ആവശ്യം നമ്മൾ എത്ര പേര് മീറ്റ് ചെയ്യും? ഞാൻ ചോദിക്കുന്നത് ബൈബിൾ ക്ലാസ്സിൽ ചോദിക്കാൻ പറ്റുള്ളൂ. how many of you met the need of heaven? എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ കുടിച്ച വീഞ്ഞല്ല യേശുവിന് താല്പര്യം ഉണ്ടായിരുന്നത്. ആത്മാക്കളെ കുറിച്ചുള്ള ദാഹമായിരുന്നു. അപ്പത്തെ കുറിച്ചുള്ള വിശപ്പല്ല, വിയോജനത്തിനെ കുറിച്ചുള്ള എരിവും ദാഹമാണ്. കഴിഞ്ഞ ഒരാഴ്ച I was able to meet the need of heaven എന്ന് ധൈര്യത്തോടെ പറയാൻ എത്ര പേർ കഴിയും? എന്റെ ആവശ്യങ്ങളൊക്കെ ദൈവം സാധിപ്പിച്ചു എന്ന് സാക്ഷ്യം പറയാൻ പറ്റും. അടുത്തൊരു വർഷക്കാലം ക്ലാസ് 30 സമയം തരുവാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പറയാം, അടുത്തൊരു വർഷം നീ എനിക്ക് ആയുസ് എഴുതെങ്കിൽ കർത്താവിനോട് എന്തെങ്കിലുമൊക്കെ
ചെയ്യണമെന്നുണ്ട്. പറഞ്ഞു കൂട്ടുന്നതല്ലാതെ did you meet the need of heaven passed away? കഴിഞ്ഞ ആഴ്ച ദൈവത്തിന്റെ ആവശ്യങ്ങൾ നാം കണ്ടുമുട്ടിയോ? കർത്താവിന് നമ്മുടെ കാര്യങ്ങളെക്കാളൊക്കെ താല്പര്യം ആത്മാക്കളെ കുറിച്ചുള്ള ഉദാഹരണമാണ്. സ്തോത്രം. ഇനി സ്വർഗത്തിൽ ഒരു കൗൺസിലുണ്ട്. 24 hours നോൺ സ്റ്റോപ്പ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു കൗൺസിലുണ്ട് സ്വർഗത്തിലുണ്ട്. പ്രധാനപ്പെട്ട നമ്മളെ കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഇവിടെ സ്വർഗത്തിലാണ്. വായിച്ചാട്ട് യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6:2-1 വാക്യം നമുക്ക് അറിയാത്ത വാക്യം. അനന്തരം ദൈവപുത്രന്മാർ ദൈവസ്ഥലിൽ നിൽക്കുവാൻ ചെന്നപ്പോൾ സാത്താനും അവരുടെ കൂടെ ചെന്നു. അപ്പോൾ ദൈവപുത്രന്മാർ ദിനംതരം എവിടെ നിൽക്കുന്നുണ്ട്? ദൈവസ്ഥലത്തിൽ നിൽക്കുന്ന ഒരു കൗൺസിലുണ്ട്. സ്വർഗം ശൂന്യമല്ല. ഓർക്കണം, സ്വർഗം എന്നല്ല, ശൂന്യമല്ല. അവിടെ 24 hours സ്വർഗത്തിൽ ഒരു കൗൺസിൽ നടക്കുക. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ സ്വർഗത്തിൽ എടുക്കുന്നത്. ഇപ്പൊ സ്വർഗത്തിൽ ഒരു കൗൺസിൽ ഓടിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് ഇടയ്ക്ക് ഇന്റർഫിയർ ചെയ്യാൻ ആര് കയറിച്ചെന്നു? സാത്താൻ കയറുന്നത്. പുള്ളി ചെന്നെ ദൈവം ചോദിക്കും. കാരണം ഈ അവർ പറയപ്പെട്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതും കൊണ്ടല്ല വരുന്നത്. നമ്മൾ 10 പേര് പറയുന്ന വിഷയത്തിന് ഘടകവിരുദ്ധമായിട്ട് ആത്മീയ പറഞ്ഞു വരുന്നത്. മറ്റേ കമ്മ്യൂണിറ്റിയല്ലേ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ജനറോടിയല്ല പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ കാര്യമല്ല പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്ന ആത്മീയ കാര്യം 10 പേര് പറയുന്ന ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ഒരാൾ എഴുന്നേറ്റ് അല്ലെങ്കിൽ വേറൊരു ഉപദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം അത് ആരും ഒന്നാണ് പറഞ്ഞോ. സാത്താൻ കൊണ്ട് സാത്താൻ പ്രതി വന്നു. പുള്ളി വന്ന് പറയാണ് ദൈവം സൂക്ഷിച്ചു നോക്കി. പുള്ളി മുഖം മാടിയിരിക്കുന്നു. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ല, നല്ല സുന്ദരന, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുഖം മാടിയിരിക്കുന്നു. അയ്യോ സാത്താനെ നീ എവിടുന്ന് വരുന്നു? ആർക്കറിയാം എവിടുന്ന വരുന്നെന്ന്? കാരണം പുള്ളിക്ക് ഇരിക്കാൻ സമയമില്ല. കാരണം പുള്ളി അപ്പ് ആൻഡ് ഡൗൺ ഷട്ട് സർവീസാണ് അല്ലേ. നീ എവിടുന്ന് വരുന്ന ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി, ഇന്നും ഇരിക്കാൻ പറ്റിയില്ല. ഒരുമാതിരി സ്ഥലത്തൊക്കെ ട്രൈ ചെയ്തു, പക്ഷെ ഇന്നും ഇരിക്കാൻ പറ്റിയില്ല. എന്റെ ചെയറൊക്കെ ഉണ്ട്, അവനെ ഇരുത്തുന്നില്ല. ആ രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ തിരിച്ചു വന്നപ്പോ പറഞ്ഞു, അപ്പൊ ദൈവം ചോദിക്കുക, എന്റെ ദാസനായ യോബിന്റെ മേൽ എന്ത് ചെയ്തോ? ഞാൻ പറഞ്ഞത് സ്വർഗം ശൂന്യമല്ല. നോക്കണം, ഓരോ ഭക്തന്മാരെ കുറിച്ചുമുള്ള ടോക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. യേശുവിന്റെ രക്തത്താൽ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സ്വർഗം ഉള്ളത് ഓർക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്. No one was asking about me, no one called me, no one was not aware about what I was doing, but this morning make it sure that there is a heaven always speaking about you. Hallelujah. നിങ്ങളെ കുറിച്ച് ഇടപെടാതെ സംസാരിക്കുന്ന ഒരു സ്വർഗമുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യണം. ആരും നമ്മെ തിരക്കിയില്ലെങ്കിലും നമ്മെ തിരക്കുന്ന സ്വർഗം, ആരും നമുക്ക് നേരെ കൈനീട്ടിയില്ലെങ്കിലും നമ്മെ ആലിംഗനം ചെയ്ത സ്വർഗം, ആരും അറിയാത്ത നമ്മെ നമ്മുടെ അടുക്കൽ ഇറക്കുവാൻ സ്വർഗത്തിന്റെ കോവേണികൾക്കായി ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യണം. ഒരു ഭക്തന് വേണ്ടി കാവലായിരിക്കും ദൂതന്മാരുടെ ഓർത്ത് സ്തോത്രം ചെയ്യണം. മരുഭൂമി എന്നോ വെള്ളമെന്നോ അഗ്നി എന്നോ നോക്കാതെ തന്റെ ഭക്തന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും പറഞ്ഞ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റെടുത്തിട്ട് അതിന്മേൽ അഗ്നി അയച്ചു മറുപടിയായി എനിക്ക് നിങ്ങൾക്കും വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ഉന്നത സ്വർഗങ്ങൾക്കായി ഇന്ന് രാവിലെ അങ്ങനെ യോബിനെ കുറിച്ച് സംസാരിക്കുക. നമുക്കറിയാം. അപ്പൊ അവിടെ വെച്ചാണ് യോബിനെ പരീക്ഷിക്കുവാൻ സാത്താൻ അനുവാദം കിട്ടുന്നത്. അപ്പൊ സ്വർഗത്തിൽ ഒരു സ്ഥിരം കൗൺസിലുണ്ട്. അതിന് പുള്ളി പോയി പെർമിഷൻ മാറ്റിക്കൊണ്ട് വരുമായിരുന്നു ആരെ പരിശോധിക്കാൻ? യോബിനെ 2-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലും സമ്പത്തും ആടും എല്ലാം എടുത്ത് വീടും എല്ലാം പോയി കഴിഞ്ഞിട്ട് ശരീരത്തെ തൊടാൻ വേണ്ടി അവകാശം ചോദിച്ചതും ഇതേ കൗൺസിലിൽ പോയാണ്. 2ാമത് പോകണം. ജോലി നോക്കണം. വിചാരം സിറ്റിയിൽ എത്ര പ്രാവശ്യം പോകണം എന്ന് പറയണക്കാ. എന്നെയും നിങ്ങളെ ഒന്ന് തുടരണമെങ്കിൽ എത്ര റൗണ്ട് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അങ്ങനെ ഒരു കൗൺസിൽ സ്വർഗത്തിലുണ്ടായിരുന്നു. ദാനിയേൽ 4:17 വായിച്ചാട്ടെ. ആ 4-ാം അധ്യായം മുഴുവൻ വായിച്ചെങ്കിലേ ആ കൗൺസിലിന്റെ തീരുമാനം അറിയത്തുള്ളൂ. ദാനിയേൽ 4:17. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവനെ കൊടുക്കുകയും മനുഷ്യരിൽ അത്തമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുമെന്ന് ഇവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യവും വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. നോക്കുക, ദൂതന്മാരുടെ നിർണയവും വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്ന ഒരു വിധി സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ എന്റെ കൈയുടെ മഹത്വത്താൽ നിർമ്മിച്ച മഹതിയ ബാബിലോൺ അല്ലയോ എന്ന് അഹങ്കരിച്ച നെബൂഖദ്നേസർ രാജാവിനെ ഈ 7 വർഷം കാളയെ പോലെ ഇവൻ പോയി പുല്ല് കഴിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോളും ഡയബറ്റിക്കും കൂടായിരിക്കാൻ വേണ്ടി പോയി വെജിറ്റബിൾ കഴിക്കുന്നത് പറഞ്ഞ കണക്ക് അല്ലെ, നമുക്കൊക്കെ വിധി ലഭിച്ച കണക്ക്. അതുപോലെ നെബൂഖദ്നേസറിന് ഒരു വിധി കൽപ്പിച്ചു, പോയി ഇവൻ കാളയെ പോലെ ചെയ്യട്ടെ, പുല്ല് തിന്നട്ടെ. അങ്ങനെ കാളയെ പോലെ പുല്ല് തിന്നുവാൻ അവന് വിധി കൽപ്പിച്ചത് സ്വർഗത്തിൽ ഒരു കൗൺസിലായിരുന്നു. ദൂതന്മാരുടെ നിർണയ സഭയായിരുന്നു. വിശുദ്ധന്മാരുടെ സംഘം എല്ലാവരും ചേർത്തിട്ട് എല്ലാവരും ചോദിച്ചു കാണും എന്തോ ചെയ്യണേ പുള്ളിയെ പുള്ളി കുറച്ചുകൂടെ എന്ത് ചെയ്യട്ടെ, കുറച്ചുകൊണ്ട് പോയി നല്ല ബുദ്ധി വരും. നല്ല വെജിറ്റബിൾ കഴിച്ചാൽ എന്തോ വരും, നല്ല ബുദ്ധി വരും. പുല്ലൊക്കെ കഴിച്ചാൽ കാളയ്ക്ക് ബുദ്ധിയിലോ പറയും അല്ലെ. എനിവേ 4:27 വായിച്ചാട്ടെ. 4:27. ആകയാൽ രാജാവേ
എന്റെ ആലോചന തിരുമനസ്സിലേക്ക് പ്രസാദമായിരിക്കട്ടെ. നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ